കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം വിളിച്ച് VC ഡോക്ടർ സിസ തോമസ്. രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടി ചർച്ച ചെയ്യാൻ യോഗം വിളിക്കണമെന്ന് ഇടതുപക്ഷ കോൺഗ്രസ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ VCക്ക് കത്തു നൽകിയതിന് പിന്നാലെയാണ് തീരുമാനം. അതേസമയം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കുന്നതിനായി സീനിയർ അഭിഭാഷകനെ ചുമതലപ്പെടുത്തി VC സിസ തോമസ് ഉത്തരവിട്ടു. സിൻഡിക്കേറ്റ് യോഗം ഉടൻ ചേരണമെന്നാവശ്യപ്പെട്ട് 16 അംഗങ്ങൾ ഒപ്പിട്ട നിവേദനം VC ഡോക്ടർ സിസ തോമസിന് നേരിട്ട് നൽകിയതിന് പിന്നാലെയാണ് തീരുമാനം. നാളെ രാവിലെ 10-നാണ് യോഗം ചേരുക. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ ഹൈക്കോടതിയിൽ നൽകുന്ന വിശദീകരണം സിൻഡിക്കേറ്റ് തീരുമാനമായിരിക്കണമെന്ന് അംഗങ്ങൾ VCയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സിൻഡിക്കേറ്റിന്റെ അധികാരം കവർന്നെടുത്തുകൊണ്ടാണ് നിയമവിരുദ്ധമായി നിലവിലുണ്ടായിരുന്ന രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സർവകലാശാലയുടെ ഭാഗം കോടതിയെ അറിയിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇവിടുത്തെ നിയമവും ചട്ടങ്ങളും പാലിക്കാൻ ബാധ്യതയുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് തലവൻ എന്ന നിലയ്ക്ക് രജിസ്ട്രാർ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിയമപരമായി മാത്രമേ ഇവിടെ നടത്തിയിട്ടുള്ളൂ. എന്നാൽ ഈ ആവശ്യം VC പൂർണ്ണമായി തള്ളി. കോടതിയിൽ നൽകേണ്ട സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് എന്തായിരിക്കണമെന്ന് VC തീരുമാനിക്കുമെന്ന് സിസ തോമസ് വ്യക്തമാക്കി. രജിസ്ട്രാർക്കെതിരായ നടപടിയിൽ സർവകലാശാലയും VCയും വ്യത്യസ്ത നിലപാടുകളിലാണ്. ഈ സാഹചര്യത്തിൽ സത്യവാങ്മൂലം സമർപ്പിക്കാനായി സീനിയർ അഭിഭാഷകനെ ചുമതലപ്പെടുത്തി VC ഉത്തരവിട്ടു. അതേസമയം ഉടൻ സിൻഡിക്കേറ്റ് യോഗം ചേരേണ്ടതില്ലെന്നായിരുന്നു BJP അംഗങ്ങളുടെ നിലപാട്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.